അഹമ്മദാബാദിൽ തകർന്ന ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. അപകടത്തിന് തൊട്ടു മുൻപ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിന് നൽകിയ സന്ദേശത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ഡൽഹിയിൽ ചേരും. അഹമ്മദാബാദ് വിമാനാപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങുന്ന ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യുന്നതോടെ പല ദുരൂഹതകളും നീങ്ങുമെന്നാണ് പ്രതീക്ഷ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ 7 അംഗ സംഘമാണ് വിമാനാപകടത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. വിമാനാപകടത്തിന്റെ സാങ്കേതിക വശങ്ങൾ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതിക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. സിവിൽ വ്യോമയാന സെക്രട്ടറിയും ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയും ഉൾപ്പെടെയുള്ളവർ ഈ സമിതിയിലുണ്ട്. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് നൽകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചു. For them to sit down, talk to various stakeholders and involve and discuss with any other important expert that is necessary as per their investigation. DGCയെ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ബോയിംഗ് 787 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തിവരുന്നതായി എയർ ഇന്ത്യ അറിയിച്ചു. നിലവിൽ 9 വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന പൂർത്തിയായി. ബാക്കി 24 വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന ഉടൻ പൂർത്തിയാകും. സുരക്ഷാ പരിശോധന കാരണം വിമാന സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്നും എയർ ഇന്ത്യ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.